നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇത്രയധികം ദുർബലമാണ് എന്ന് ഇന്ത്യ മുന്നണി കൃത്യമായി കാണിച്ചു കൊടുത്ത ദിവസമായിരുന്നു 2024 ഡിസംബർ 19 അതായത് ഒരു രീതിയിലും അമിത്ഷായ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ സഭ സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷം ഒരുക്കി. BJP MP-മാർ പോലും ഒരു വേളയിൽ അമിത്ഷായെ കൈവിടുന്ന അവസ്ഥ. ഒന്ന് ആലോചിക്കണം, കേവല ഭൂരിപക്ഷം BJPക്കില്ല, 240 സീറ്റുകളേ ഉള്ളൂ. എന്നിട്ടും അമിത്ഷാ എന്തിനാണ് ഇത്രയധികം ഞെളിഞ്ഞ് ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി കൃത്യമായും വ്യക്തിഹത്യ നടത്താൻ, അംബേദ്കറെ പോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് ചെയർമാനെ കുറിച്ച് വ്യക്തിഹത്യ നടത്താൻ ഈ പരാമർശം ഇറക്കിയത്? BJPയിൽ തന്നെ ഒരു വേർതിരിവ്, ചേരിതിരിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അമിത്ഷാ ഇഷ്ടമല്ലാത്ത BJPയിലെ നിരവധി നേതാക്കൾ ഉണ്ട്. അവർ പറയുന്നത് പൊടുന്നനെ അമിത്ഷാ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉദിച്ചുയർന്നത് നരേന്ദ്രമോദിയുടെ കൈപിടിച്ചാണ്. അത്തരത്തിൽ അമിത്ഷായെ കൊണ്ടുവരാൻ മോദി പലരെയും വെട്ടിവീഴ്ത്തി, ഒക്കെ ശരിയാണ്. എന്നാൽ അമിത്ഷാ ഇത്രയധികം പാർലമെന്റിൽ നിന്ന് വിയർക്കുന്നത് സംഭവബഹുലമായിട്ടുള്ള ഒരവസ്ഥ, അതിദാരുണമായിട്ടുള്ള ഒരു നിർണായക അവസ്ഥ. BJP MP-മാർ കൃത്യമായും അമിത്ഷായെ കുറ്റപ്പെടുത്തുമ്പോൾ സ്പീക്കർ ഓം ബിർളയ്ക്ക് മറ്റ് മാർഗമില്ല. ചട്ടം 72 പ്രകാരമുള്ള സഭാ നടപടികൾ കൈക്കൊള്ളാൻ മാത്രമേ ഓം ബിർളയ്ക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്നത്, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ 54 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ എന്ന വിശേഷണം കൊടുത്തപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൊടുത്ത ഉചിതമായ മറുപടിയാണ്. പ്രായം ഒരു വിഷയമല്ല, ഏത് പ്രായത്തിലും ചെറുപ്പക്കാരനായി ഇരിക്കാം. കൃത്യമായും രാഹുൽ ഈ നാടിൽ ഭാരത് ജോഡോ യാത്ര നടത്തി ജനങ്ങളെ ഒന്നിക്കാൻ ശ്രമിക്കുമ്പോൾ വിഘടനവാദികളെപ്പോലെയാണ് ഇവിടെ മതം പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ തെറ്റിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ ഭരണം നടത്തുന്നത്. അമിത്ഷായുടെ ഒരു തന്ത്രവും നടക്കില്ല. സ്പീക്കർക്ക് തന്നെ ബിൽ അവതരണവുമായി ബന്ധപ്പെട്ട BJPയുടെ നീക്കങ്ങളെ ഒരു വേളയിൽ നിഷേധിക്കേണ്ടി വന്ന അവസ്ഥയാണ്. ഓം ബിർളയ്ക്ക് കൃത്യമായി അറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താൻ നയിക്കാൻ പോകുന്ന സഭ ഏറ്റവും ദുർബലമായ സഭയാണ്. BJPക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത സഭയാണ്. അദ്ദേഹം പോലും സ്വന്തം മണ്ഡലമായ കോട്ട, രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ ഇത്തവണ നിരങ്ങിയാണ് ജയിച്ചത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് 2019 ജയിച്ച ഓം ബിർളയുടെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. BJPയുടെ കണക്കൂട്ടലുകൾ തെറ്റിയത് ഇവിടെയാണ്. അമിത്ഷാ എന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാതെ ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാകില്ല എന്ന കോൺഗ്രസ് നിലപാട് കൂടി വരുമ്പോൾ ടാർഗറ്റ് അമിത്ഷാ മാത്രമല്ല, അത് ഉന്നം വയ്ക്കുന്നത് മന്ത്രിസഭയെ തന്നെ തള്ളി താഴേക്ക് വീഴ്ത്താൻ തന്നെയാണെന്ന് നരേന്ദ്രമോദിക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.